ഇന്ന് ഞങ്ങൾ കായംകുളത്ത് വരെ പോവുകയാണേ. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകിപ്പോയി. ഏട്ടൻ ഓഫീസൊക്കെ അടച്ചിട്ട് വന്ന് സന്ധ്യയായി ഇറങ്ങിയപ്പം. ഇരുട്ടായി തുടങ്ങിയപ്പം നല്ല തിരക്കുണ്ട്, റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു സമയമാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ റിലയൻസ് മാർട്ടിലോട്ട് ആ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം അവിടെ തിരക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ഇവിടെ എത്തിയത് ദശപ്പനെ വണ്ടിയിലിരുത്തി കേട്ടോ. ഇവിടെ വരുമ്പോൾ ഇവനെ ഇതിൻ്റെ പുറത്താണ് ഇരുത്തുന്നത്. അല്ലെങ്കിൽ ഇവനെ താഴെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് പല മാതിരിയുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. ഇവിടുത്തെ പല സാധനത്തിനും നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇവന് വേറൊരു വഴിയും കൊണ്ടുണ്ട്. ഇതിനകത്ത് കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം പെറുക്കി അവൻ്റെ ഇനി ഉരുട്ടിക്കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ അവൻ്റെ കൈ കിട്ടുന്നതെല്ലാം പെറുക്കി ആ കൊട്ടയ്ക്കകത്തിടും. ബില്ലടിക്കാൻ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നതൊന്നും നമ്മളെടുത്തതല്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നു. അവിടെ കുറച്ച് ഈ സോപ്പ് പൊടിയും ഡിഷ് വാഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ആ ഫ്ലോറിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെതുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് ഇതിൻ്റെ ഇടയ്ക്ക് കയറി ഒന്ന് പരിധി നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. മേടിക്കാനൊന്നുമല്ല, എന്നാലും വെറുതെ ഒന്ന് നോക്കിയില്ലെങ്കിൽ എന്നും ഒരു സമാധാനം കേടാ. അവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് എടുക്കാനും ഒന്നുമില്ല, പക്ഷെ കുറച്ച് ഭാഗമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഏട്ടൻ അവിടെ അങ്ങറ്റം വരെ പോയി നോക്കിയിട്ട് തിരിച്ചു വരുന്നത് കണ്ടോ. ഇത്രയേ ഉള്ളൂ. വെറുതെ അതിനകത്ത് കയറി ഒന്ന് നോക്കണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലെന്നെങ്കിലും ഒരു മനസ്സമാധാനമൊക്കെ ഇടാം. അങ്ങനെ അതൊക്കെ എല്ലാം നോക്കിക്കൊണ്ട് നടക്കണം. അന്നേരം ഏട്ടൻ അവിടെ നടക്കാൻ പോകുന്ന ട്രാക്ക് സൂട്ട് പാൻറ്റ് അവിടെ കിടക്കുന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ദശപ്പൻ്റെ വണ്ടി എൻ്റെ കയ്യിൽ തന്നു. ദശപ്പന് ഞാൻ എന്നിട്ട് അവിടെ ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഉരുട്ടി കളിച്ചു. അവനാണെങ്കിൽ മാക്സിമം വെളിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഞാനേ എന്നൊക്കെ പറഞ്ഞവൻ കരയുന്നുണ്ട്. കാരണം ഇവനെ താഴെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ താഴെ ഇറക്കിയിട്ട് അവൻ്റെ കയ്യിലൊന്ന് നമുക്ക് പിടിക്കണമെങ്കിൽ അവൻ്റെ പുറകിന് 1 കിലോമീറ്റർ ഓടേണ്ടി വരും. ഈ തുണിയുടെ ഇടയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെ നിന്ന് തപ്പിയെടുക്കാനാണ് ഇവനെ? അതുകൊണ്ട് ഞങ്ങൾ താഴെ ഇറക്കാറില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദശപ്പൻ്റെ സ്ഥലം അതാ. അങ്ങനെ നീണ്ട അരമണിക്കൂറോളം ക്യൂ നിന്നതിന് ശേഷം ബില്ലൊക്കെ അടിച്ച് സാധനമൊക്കെ ആയിട്ട് ഞങ്ങളുടെ വണ്ടി ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ ക്യൂവിൽ നിന്ന് ചൂടൊക്കെ എടുത്ത് നാശമായി. അങ്ങനെ വണ്ടിയൊക്കെ ഉരുട്ടിക്കൊണ്ട് ഇനി കാറിൻ്റെ അടുത്തിട്ട് പോയി കാറിൻ്റെ ടിക്കിക്കകത്തെല്ലാം പെറുക്കിയിടണം. നേരത്തെ ഞങ്ങൾ കവറൊക്കെ ആയിട്ടായിരുന്നു വരുന്നത് കേട്ടോ. അപ്പോൾ കവറൊക്കെ തൂക്കിപ്പിടിച്ച് ഇങ്ങോട്ടുണ്ട്. ഇപ്പോൾ കവറൊക്കെ എടുക്കാൻ മറന്നു. അത് മാത്രമല്ല, ഇവിടുന്ന് സാധനം പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കവറിന് എക്സ്ട്രാ 10 രൂപയൊക്കെ കൊടുക്കണം. വെറുതെ ഇങ്ങനെ ഓരോ വട്ടം വരുമ്പോഴും 10 രൂപ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുവന്നിട്ട് ഇതെല്ലാം കൂടെ പെറുക്കി ടിക്കിക്കകത്തിട്ട് എന്നിട്ട് വണ്ടി അവിടെ തന്നെ വെച്ചാൽ മതി. നമുക്ക് തിരിച്ചോട്ട് കൊടുക്കാൻ വേണ്ട. ഇതൊന്നും സംഭവം സൗകര്യമായിട്ട് ഉരുട്ടി കൊണ്ടുവന്നിട്ട് പതുക്കെ എടുത്ത് അതിനകത്തിട്ടാൽ മതി. അപ്പോൾ ഏട്ടനെ ഞാൻ ദശപ്പനെ അവിടെ നിന്ന് ഇങ്ങനെ കുത്തുകയും എടുക്കുകയും ഇക്കിളിടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഏട്ടനാണെങ്കിൽ അതെല്ലാം വണ്ടിക്കകത്തൊക്കെ ഡിക്കിക്കകത്തൊക്കെ എടുത്തിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് ഞങ്ങളിനി പോകാൻ വേണ്ടിയിട്ട് കയറുവാണ്. ഈ ചെറുക്കൻ ഭയങ്കര മേടാട്ടോ, ഭയങ്കര കരച്ചിലായിരുന്നു. അവന് വെളി ഇറങ്ങിയിട്ട് വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ അവൻ ഭയങ്കര